2000-ൽ നിന്ന് 2023-ലേക്കൊക്കെ രാജ്യം വളർന്നു നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും വലിയതുമായ ഒരു വികസനം എന്നത് നൂതന സാങ്കേതിക വിദ്യകളിലുള്ള വികസനമാണ്. വിരൽത്തുമ്പിലാണ് നമുക്ക് പലതും. ഈ ലോകം തന്നെ നമ്മളുടെ വിരൽത്തുമ്പിലാണ്. സാധനം വാങ്ങാനും സാധനങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പല മാർഗങ്ങൾ, ദൂരങ്ങളിലിരിക്കുന്ന ആളുകളെ ഫോണിലൂടെ തൊട്ടടുത്ത് കാണുന്ന രീതിയിൽ വിളിക്കാൻ കഴിയുന്ന പല മാധ്യമങ്ങൾ പോലും ഓഗ്മെന്റഡ് റിയാലിറ്റി പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു. അത് ജനങ്ങളിലേക്ക് വളരെ ക്രിയാത്മകമായി വളരെ റിയലിസ്റ്റിക്കായി എത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ പറയുന്ന നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സമൂഹത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സാധാരണക്കാരായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുള്ള മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ മറ്റ് സംവിധാനങ്ങളോ കൊണ്ട് ഉപയോഗിക്കുവാൻ കൃത്യമായി അറിയാത്തവരെ ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉപയോഗിക്കാൻ അറിയാവുന്നവരെ പോലും ചൂഷണം ചെയ്തുകൊണ്ടുണ്ടാക്കുന്നത് കോടികളാണ്. ഡാർക്ക് വെബ് പോലെയുള്ള നിരവധി ചതിക്കുഴികളാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് അടക്കമുള്ളവയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയുമില്ലാത്ത സാധാരണക്കാരായ മലയാളികൾ പലരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാറുണ്ട്. തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ തട്ടിപ്പുകളാണ്. നിങ്ങളുടെ OTP നമ്പർ അടക്കമുള്ളവർ നിങ്ങളുടെ ഫോട്ടോകൾ, നിങ്ങളുടെ വീഡിയോകൾ, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിലുകളൊക്കെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അറിയാത്തവരിലേക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ നഷ്ടം വളരെ വലുതാണ്. അറിയാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അറിയാത്ത മൊബൈൽ ഫോണുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അടക്കം നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. സാമ്പത്തികപരമായ നഷ്ടം നിങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും മുകളിലായിരിക്കും. ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനമായി ഇരയാക്കപ്പെടുന്നത് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ മലയാളികൾ തന്നെയാണ്. മലയാളികൾക്ക് അറിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ പോലും ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഴുന്നവരിൽ പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അടക്കമുള്ള പലതും ഉപയോഗിക്കുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റിയിട്ട് അവർ ഒന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് സാരം. ഓൺലൈൻ തട്ടിപ്പിലൂടെ മലയാളികൾക്ക് വരുന്ന നഷ്ടം വളരെ വലുതാണ്. പ്രതിമാസ കണക്ക് പുറത്തുവിടുമ്പോൾ ഒരു മലയാളിക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത് 15 കോടിയോളം രൂപയാണ്. ദിവസേന കണക്കെടുക്കുമ്പോൾ ശരാശരി 50 ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ മലയാളിക്ക് നഷ്ടമാകുന്നത്. അതായത് നമ്മൾ സുലഭമായി ഉപയോഗിക്കുന്ന നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിലവിലുള്ള മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ അറിയാത്ത പല വെബ്സൈറ്റുകളിൽ കയറുന്നതോടെ പല ആളുകളും കബളിപ്പിച്ചുകൊണ്ട് OTP നമ്പർ അടക്കമുള്ളവ വാങ്ങുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നമ്മെക്കൊണ്ട് താങ്ങുവാൻ സാധിക്കുന്നതിലും വലുതാണ്. അതായത് പ്രതിമാസം ശരാശരി 15 കോടി രൂപയും ദിവസേന ശരാശരി 50 ലക്ഷത്തിലേറെ രൂപയുമാണ് ഒരു മലയാളിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. പക്ഷേ തട്ടിപ്പാണ് നടന്നതെന്നും തട്ടിപ്പിൽ നമ്മുടെ സാമ്പത്തികപരമായുള്ള വിവരങ്ങൾ എതിരാളിയുടെ കയ്യിൽ ലഭിക്കുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പ് നിങ്ങൾക്കുണ്ടായാൽ OTP നമ്പർ വഴിയോ ലിങ്ക് വഴിയോ വീഡിയോ വഴിയോ ഫോട്ടോ വഴിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ അക്കൗണ്ടിൽ നിന്ന് കബളിപ്പിക്കുവാനോ പണം തട്ടുവാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുക. സൈബർ വിങ് നിങ്ങളുടെ പരാതിയിൽ കൃത്യമായി ഇടപെട്ട് നിങ്ങളുടെ നഷ്ടമായ തുക നേടിത്തരും. കാരണം നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ തട്ടിപ്പ് നടന്ന് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ച 98% കേസുകളിലും അവരുടെ പണം തിരികെ വാങ്ങി നൽകിയിട്ടുണ്ട്. വാസ്തവം എന്താണെന്നാൽ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്നവർ 40% മുകളിലുള്ളവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നാൽ പോലും പോലീസിൽ പരാതി നൽകുകയോ പുറത്താരോടും പറയാതിരിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ പറയാതിരുന്നാൽ, പോലീസിൽ പരാതി നൽകാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് സാമ്പത്തികപരമായ നഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലോ സൈബർ വിങ്ങിനെയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക. നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സൈബർ കേസുകളിൽ ഭൂരിഭാഗവും ഏകദേശം 50% മുകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ്. പലതരം തട്ടിപ്പുകളാണ്. ഈ തട്ടിപ്പുകൾക്കെല്ലാം ഇരയാകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമായി കേരളം മാറുമ്പോൾ പ്രതിജ്ഞാബദ്ധതയോടുകൂടി കൃത്യമായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തിരിച്ചറിയുവാനുള്ള ബോധവും നമുക്കുണ്ടാകണം എന്ന് പറയേണ്ടതുണ്ട്. സൈബർ വിങ്ങുകൾ അറിയിക്കുന്നത് ചില ദിവസങ്ങളിൽ 50-ലധികം കേസുകളാണ്
സാമ്പത്തികപരമായ തട്ടിപ്പ് നടന്നു എന്ന പേരിൽ സൈബർ വിങ്ങുകൾക്ക് അന്വേഷണത്തിനായി എത്തുന്നത് എന്ന വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് സൈബർ സംബന്ധമായ 10 കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതിൽ 6 എണ്ണവും സാമ്പത്തികപരമായ തട്ടിപ്പ് നടന്ന കേസുകളാണ്. തട്ടിപ്പുകൾ നടത്താൻ വേണ്ടി പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ തട്ടിപ്പ് നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകളാണ്. ആദ്യം അവർ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യും. ജോലി ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുടെയും പല സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ മാപ്പ് വഴി അവരുടെ അഡ്രസ്സുകൾ കയറി അവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നൽകി എന്തെങ്കിലും ഒരു കമന്റ് നൽകി അത് സ്ക്രീൻഷോട്ട് എടുത്ത് അവർ പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അത് സെൻഡ് ചെയ്യണം. 3 സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകി കമന്റ് ഇട്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ വീതം 150 രൂപ അക്കൗണ്ടിൽ വരും. അങ്ങനെ 2-3 തവണ കഴിയുമ്പോൾ പിന്നീട് അവർ തരിക ഒരു ടാസ്ക്കാണ്. ആ ടാസ്കിലൂടെ 5000 മുതൽ 50 ലക്ഷം വരെയൊക്കെ തട്ടിപ്പ് നടത്തി അവർ വാങ്ങാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തട്ടിപ്പടക്കം OTP വാങ്ങി തട്ടിപ്പ് നടത്തുന്നവരും ഓൺലൈനിലെ ലിങ്ക് വഴി തട്ടിപ്പ് നടത്തുന്നവരും വെബ്സൈറ്റിലൂടെ തട്ടിപ്പ് നടത്തുന്നവരും വീഡിയോ കോളിലൂടെയും ഫോട്ടോകളിലൂടെയും ഒക്കെ തട്ടിപ്പ് നടത്തുന്ന നിരവധി തട്ടിപ്പുകളാണ് ഇപ്പോൾ സൈബർ ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സൗഹൃദപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന മൊബൈൽ ഫോണുകളിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അറിയാത്ത മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന നമ്പറുകൾ എടുക്കാതെ ഇരിക്കുക. വെബ്സൈറ്റുകളിൽ കയറാതെ ഇരിക്കുക. വരുന്ന വീഡിയോകളെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തുറന്നു നോക്കുക. ലിങ്കുകൾ അറിയാത്ത ലിങ്കുകളാണെങ്കിൽ ദയവ് ചെയ്ത് അതിൽ കയറാതെ ഇരിക്കുക. ഇനിയും അത്തരത്തിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ വിങ്ങിലോ ആ തട്ടിപ്പ് നടന്ന വിവരം അറിയിച്ച് പരാതി സമർപ്പിക്കുക.